വീക്കെൻഡ് ഒന്ന് കളറാവണമെങ്കിൽ ഒരു കിടിലൻ ബിരിയാണി കഴിക്കണ്ടേ. അപ്പം നമുക്കിന്നൊരു ബിരിയാണി കഴിച്ചാലോ. അപ്പം ആദ്യം തന്നെ എന്താ ഇലയൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാൻ വന്നേക്കുന്നത് സൽക്കാരത്തിലാണ് കേട്ടോ. സൽക്കാരത്തിലെ ബിരിയാണി കഴിക്കാത്ത ആരും ഖത്തറിലുണ്ടാവില്ല അല്ലേ. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നേക്കുന്നത്. കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബീഫ് ബിരിയാണി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാനിവിടെ വന്നേക്കുകയാണ് കേട്ടോ. കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ അച്ചാറ്, മീൻ ചട്നി, സാലഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലയിലാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വന്നേക്കുന്നത്. പിന്നെ പപ്പടമൊക്കെ വന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണി കഴിക്കാൻ. കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്യണമെന്നും പറഞ്ഞ്. അങ്ങനെ ഫൈനലി ഞാനും കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണിക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. മസാലയൊക്കെ ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ബീഫ് ബിരിയാണിക്ക് കേട്ടോ. എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. കഴിക്കാത്തവർ എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബീഫ് ബിരിയാണി ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. നല്ല മസാലയായിരുന്നു, നല്ല കിടില നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന മസാലയുണ്ടല്ലോ, നല്ല ചൂട് ബീഫ് ബിരിയാണി. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ 10ൽ 10 തന്നെ കൊടുക്കും കേട്ടോ. ലാസ്റ്റ് ബൈറ്റ് വരെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ട് അവിടുത്തെ ബിരിയാണി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം പാലട പായസമായിരുന്നു. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ഒരു മത്ത് പിടിച്ച അവസ്ഥയായിരുന്നു. ബിരിയാണിയും പായസമൊക്കെ കുടിച്ച് ലാസ്റ്റ് ഒരു മാംഗോ ജ്യൂസും കൂടെ കുടിച്ചു കേട്ടോ. പക്ഷെ അത് ഞാൻ പകുതിയെ കുടിച്ചുള്ളൂ, ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, വയറിന് സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വയറും ഫുള്ളായി, മനസ്സും ഫുള്ളായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.